ഹായ് വെൽക്കം ടു സെൻസോ സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഗ്ലോബൽ സിനാരിയോ ഓഫ് മറൈൻ ആൻഡ് ഇൻലാൻഡ് ഫിഷറീസ് എന്നുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മുടെ സിലബസ് തന്നെ കൊടുത്തിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ടോപ്പിക് ആണല്ലേ ഈ ഗ്ലോബൽ സിനാരിയോ എന്ന് പറയുന്നത്. അതെ. അപ്പൊ നമ്മൾ ഈ ഗ്ലോബൽ സിനാരിയോനെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രോയിങ് പോപ്പുലേഷനെ സപ്പോർട്ട് ചെയ്യുന്ന അലോങ് വിത്ത് അഗ്രികൾച്ചർ സപ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സെക്ടേഴ്സ് ആണ് ഫിഷറീസും അക്വാകൾച്ചറും. രണ്ട് സെക്ടേഴ്സ് എന്ന് പറയുന്നത് അത് ഒരൊറ്റ സെക്ടർ ആയിട്ട് നമുക്ക് പറയാം, ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ. അപ്പൊ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാനും പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാനും ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഫിഷറീസിന്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമാണ്. ഇത് മാത്രമല്ല, ഫിഷറീസ് അല്ലെങ്കിൽ അക്വാകൾച്ചറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. ഇതിനെ ഒരു എക്കണോമി ആയിട്ട് അവരുടെ ലിവ്ലിഹുഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റാസിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് FAOയുടെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വഴി അവരുടെ ഒരു ജേർണൽ ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് വേൾഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ എന്ന് പറയുന്ന ഒരു ജേർണൽ ഉണ്ട്. അപ്പൊ ഈ ജേർണലിൽ മോസ്റ്റ് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഡേറ്റയാണ് ഈ തന്നിട്ടുള്ളത്. നമ്മുടെ ഗ്ലോബൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 223.2 മില്യൺ ടൺ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ. അതിൽ തന്നെ 185.4 മില്യൺ ടണ്ണും അക്വാട്ടിക് അനിമൽസ് ആണ്. ഇനി 37.8 മില്യൺ ടണ്ണോ ആൽഗയാണ്. ഓക്കെ. ഇനി ഓഫ് ദ ടോട്ടൽ അക്വാറ്റിക് അനിമൽ പ്രൊഡക്ഷൻ, നമുക്ക് മൊത്തത്തിലുള്ള അക്വാറ്റിക് അനിമൽ പ്രൊഡക്ഷൻ 185.4 മില്യൺ ടൺ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൽ തന്നെ 89% നമ്മൾ യൂസ് ചെയ്യുന്നത് കൺസംഷന് വേണ്ടിയിട്ടാണ്, ഫുഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. റിമൈനിങ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫിഷ് മീൽ, ഫിഷ് ഓയിൽ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫിഷ് മീൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫിഷിന്റെ ബോണോ അല്ലെങ്കിൽ അതിന്റെ ഹെഡോ ട്രിമ്മിങ്സോ ഒക്കെ നമ്മൾ ഡ്രൈ ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് അക്വാട്ടിക് അക്വാകൾച്ചർ ഫീഡായിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ. അല്ലെങ്കിൽ അഗ്രികൾച്ചറിലൊക്കെ നമ്മൾ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഫിഷ് മീൽ എന്ന് പറയുന്നത്. ഓക്കെ. അത് ഉണ്ടാക്കേണ്ടത് അതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്, അല്ലെങ്കിൽ അക്വാകൾച്ചറിനൊക്കെ ഫീഡായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യവും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ക്യാപ്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ കൾച്ചർ ചെയ്യുന്ന ഫിഷില് 89% മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഫിഷ് മീലും ഫിഷ് ഓയിലും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫിഷ് ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫിഷിന്റെ ടിഷ്യൂവിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഫാറ്റിനെയാണ് നമ്മൾ ഫിഷ് ഓയിൽ എന്ന് പറയുന്നത്. ഫിഷ് ഓയിൽ സപ്ലിമെന്റ്സ്, അതുപോലെ കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ടോട്ടൽ അക്വാകൾച്ചറിന്റെയും ഫിഷറീസിന്റെയും ക്യാപ്ചർ ഫിഷറീസിന്റെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ 223.2 മില്യൺ ടണ്ണാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വർധന നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ 223.2 മില്യൺ ടണ്ണായിട്ട് അത് ഉയർന്നിട്ടുണ്ട്. അതിൽ 185.4 മില്യൺ ടണ്ണും അക്വാറ്റിക് അനിമൽ ആണ്, 37.8 മില്യൺ ടണ്ണ് ആൽഗയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഡേറ്റാസ് ഒക്കെ നമുക്ക് MCQ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഹാബിറ്റാറ്റ് വൈസ് ഇതിനെ പറയാൻ പോവാണ്. അതായത് നമുക്ക് ഇപ്പൊ ഇത്രയും പ്രൊഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അതില് മെജോറിറ്റി നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? മറൈൻ ഏരിയയിൽ നിന്നാണ്. 62% നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? മറൈൻ ഏരിയയിൽ നിന്നാണ്. ആ 62%ലും എങ്ങനെയാണ്, ഏത് വഴിയാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്? ക്യാപ്ചർ ഫിഷറീസ് വഴിയാണ് കിട്ടുന്നത്. അതായത് മറൈൻ ഏരിയയിലുള്ള അക്വാകൾച്ചർ, ലൈക്ക് മാരികൾച്ചർ. ഈ മാരികൾച്ചർ എന്താണ്? അതിനേക്കാൾ കൂടി നിൽക്കുന്നത് ക്യാപ്ചർ ഫിഷറീസ് ആണ്. മാരികൾച്ചർ കുറവാണെന്ന് അർത്ഥം. ഓക്കെ. ഇപ്പൊ മറൈൻ ഏരിയയിൽ നിന്ന് 62% നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ മെജോറിറ്റി കിട്ടുന്നത് എങ്ങനെയാണ്? ക്യാപ്ചർ ഫിഷറീസ് വഴിയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻലാൻഡ് വാട്ടർ. അപ്പം നമ്മൾ പറഞ്ഞു 62% മറൈൻ ഏരിയ, ബാക്കി 38% എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇൻലാൻഡ് വാട്ടറിൽ നിന്നാണ്. ആ ഇൻലാൻഡ് വാട്ടറിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? അക്വാകൾച്ചർ ആണ്.
ഇവിടെ നേരെ തിരിച്ചാണ്. ഇൻലാൻഡ് വാട്ടറിൽ അക്വാകൾച്ചർ ആണ് കൂടുതൽ. എത്രയുണ്ട്? 84% അക്വാകൾച്ചർ ആണ്. 16% മാത്രമാണ് എന്ത്? ഇൻലാൻഡ് ക്യാപ്ചർ ഫിഷറീസ് എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ടോട്ടൽ ഗ്ലോബൽ പ്രൊഡക്ഷനിൽ മേജർ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏഷ്യൻ കൺട്രീസ് ആണ്. 70% ഓഫ് ദിസ് പ്രൊഡക്ഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഏഷ്യൻ കൺട്രീസ് ആണ്. അതിനുശേഷമാണ് യൂറോപ്പും ലാറ്റിൻ അമേരിക്ക ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും മേജർ ആയിട്ടുള്ള പ്രൊഡ്യൂസർ ആരാണ്? ഏഷ്യൻ കൺട്രീസ് ആണ്. ഏഷ്യൻ കൺട്രീസിൽ തന്നെ ആരാണ്? ചൈനയാണ് മേജർ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. 36% ചൈനയാണ്. ഓക്കെ, നമ്മുടെ രാജ്യം ഇന്ത്യ സെക്കൻഡ് ആണ്. 8% ആണ് ഇന്ത്യയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ തൊട്ട് പിന്നാലെ തന്നെ ഇന്തോനേഷ്യ ഉണ്ട്. 7% ആണ് ഇന്തോനേഷ്യയുടെ പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ 70% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏഷ്യൻ കൺട്രീസ് ആണ്. അതിൽ ചൈനയാണ് മേജർ പ്രൊഡ്യൂസർ. സെക്കൻഡ് വൺ ഇന്ത്യയാണ്. ഇന്ത്യ എത്ര പെർസെൻറ്റേജ് ആണെന്നും കൂടെ ഓർക്കുക, 8% ആണ്. ഇനി ഈ തന്നിട്ടുള്ള ഗ്രാഫ് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ 1950 മുതൽ 2022, അതായത് റീസെന്റ് ആയിട്ടുള്ള ഡേറ്റ വരെ ക്യാപ്ചർ ഫിഷറീസ് അതുപോലെ അക്വാകൾച്ചർ എന്നിവയിലുള്ള വർധനവാണ് ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത്. 1950s അപേക്ഷിച്ച് നമ്മുടെ ഇപ്പോഴത്തെ റീസെന്റ് കണക്ക് നോക്കിയാൽ നമുക്കറിയാം എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ സെക്ടറും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെ? ക്യാപ്ചർ ഫിഷറീസ് ആണെങ്കിലും അക്വാകൾച്ചർ ആണെങ്കിലും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അക്വാകൾച്ചർ എന്തിനേക്കാളും കൂടിയിട്ടുണ്ട്? ക്യാപ്ചർ ഫിഷറീസിനേക്കാളും കൂടിയിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ റീസെന്റ് കണക്കനുസരിച്ച് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്വാറ്റിക് പ്രോഡക്ട്സ് നമ്മൾ കൂടുതൽ കിട്ടുന്നത് ഏത് വഴിയാണ്? അക്വാകൾച്ചർ വഴിയാണ് ദാൻ ക്യാപ്ചർ ഫിഷറീസ്. മുൻ വർഷങ്ങളിലൊക്കെ ക്യാപ്ചർ ഫിഷറീസ് ആയിരുന്നു കൂടുതൽ, പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്? അക്വാകൾച്ചർ ആണ് ക്യാപ്ചർ ഫിഷറീസിനെ സർപ്പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി അക്വാകൾച്ചർ പ്രൊഡക്ഷന്റെ കാര്യം എടുക്കുകയാണ്. വേൾഡ് അക്വാകൾച്ചർ പ്രൊഡക്ഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോവാണ്. അപ്പൊ ഗ്ലോബൽ അക്വാകൾച്ചർ പ്രൊഡക്ഷൻ 130.9 മില്യൺ ടണ്ണാണ് എത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷനിന്റെ 130.9 മില്യൺ ടണ്ണും എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അക്വാകൾച്ചർ വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ 94.4 മില്യൺ ടൺ മെജോറിറ്റി അക്വാറ്റിക് അനിമൽസ് ആണ്. 36.5 മില്യൺ ടൺ ആണ് എന്ത്? ആൽഗെ വരുന്നത്. ഓക്കെ, ഇനി ഏത് കോണ്ടിനെന്റ് ആണ് ഇവിടെ അക്വാകൾച്ചറെ ഡോമിനേറ്റ് ചെയ്യുന്നത്? ഏഷ്യയാണ് അല്ലെ? 91.4% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഏഷ്യൻ കൺട്രീസ് ആണ്. അതിൽ ചൈനയാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചൈനയാണ് മേജർ പ്രൊഡ്യൂസർ. സെക്കൻഡ് ആരാണ്? ഇന്തോനേഷ്യ. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഗ്ലോബൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ കമ്പൈൻഡ് ആയിട്ടുള്ള വാല്യൂ പറയുമ്പോൾ ഇന്ത്യ സെക്കൻഡ് ആണെങ്കിൽ അക്വാകൾച്ചർ മാത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താണ്? 3-ാം സ്ഥാനത്താണ്. രണ്ടാമത് വരുന്നത് ഇന്തോനേഷ്യയാണ്. അത് ഓർത്തിരിക്കാം. ഇനി ഇൻലാൻഡ് അക്വാകൾച്ചർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? 62.6% ഇൻലാൻഡ് അക്വാകൾച്ചർ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി മാരികൾച്ചറോ 37.4%. അതായത് മാരികൾച്ചറിനേക്കാൾ കൂടുതൽ ഇൻലാൻഡ് അക്വാകൾച്ചർ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അക്വാകൾച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാപ്ചർ ഫിഷറീസിനെ സർപ്പാസ് ചെയ്ത് വന്നിട്ടുണ്ട്. 94.4 മില്യൺ ടണ്ണാണ് എന്ത് ചെയ്യുന്നത്? അക്വാറ്റിക് അനിമലിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ 94.4 മില്യൺ ടണ്ണും അക്വാകൾച്ചർ വഴിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മൊത്തം വേൾഡ് ടോട്ടലിന്റെ 51%. മാത്രമല്ല നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നതിന്, അതായത് ഹ്യൂമൻ കൺസംഷൻ ഉള്ള അക്വാറ്റിക് പ്രൊഡക്ട്സിന്റെ 57% അക്വാകൾച്ചർ വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. ഇനി ഈ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നല്ലോ, അപ്പൊ ഈ ഇൻക്രീസ് ഏത് അക്വാകൾച്ചറിലാണ് ഇൻക്രീസ് വന്നത്? ഫിൻഫിഷ് അക്വാകൾച്ചറിലാണ് ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ഉള്ളത്. ഓക്കെ, അതിനുശേഷം ക്രൂസ്റ്റേഷ്യൻ, അതിനുശേഷമാണ് മൊളസ്ക് വരുന്നത്. അപ്പൊ കൂടുതൽ ഫിൻഫിഷ് അക്വാകൾച്ചർ ആണ് നമ്മുടെ വേൾഡിൽ കൂടുതലായിട്ട് നടക്കുന്നത്. അതിനുശേഷം തൊട്ടു പിന്നാലെ ആരാണ്? ക്രൂസ്റ്റേഷ്യൻസിന്റെ കൾച്ചറാണ്. അതിനുശേഷം മൊളസ്ക്. ഇനി വേൾഡ് ക്യാപ്ചർ ഫിഷറീസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ
കൂടുതൽ ആരാണ്? അക്വാകൾച്ചർ. ക്യാപ്ചർ ഫിഷറീസ് എത്രയാണുള്ളത്? 92.3 മില്യൺ ടൺ ആണ് ക്യാപ്ചർ ഫിഷറീസ് ഉള്ളത്. അതിൽ 91 മില്യൺ ടണ്ണും അക്വാട്ടിക് അനിമൽ ആണ്. 1.3 മില്യൺ ടൺ മാത്രമാണ് എന്ത്? ആൽഗെ വരുന്നത്. അപ്പം ക്യാപ്ചർ ഫിഷറീസ് വഴി കിട്ടുന്ന ആൽഗെ വളരെ കുറവാണ് അല്ലെ? അക്വാകൾച്ചർ വഴിയാണ് മെജോറിറ്റി ആൽഗയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പൊ വേൾഡ് ക്യാപ്ചർ ഫിഷറീസ് വഴി നമുക്ക് മെജോറിറ്റി കിട്ടുന്നതും അക്വാട്ടിക് അനിമൽ ആണ്. ഓക്കെ, ഇവിടെ ക്യാപ്ചർ ഫിഷറീസ് എടുത്താലും ഡോമിനേറ്റ് ചെയ്യുന്നത് ഏത് കൺട്രിയാണ്? ചൈനയാണ്. ചൈനയാണ് മേജർ ക്യാപ്ചർ ഫിഷറീസ് പ്രൊഡ്യൂസർ. 14.3% ആണ്. ഗ്ലോബൽ എടുക്കുമ്പോൾ 14.3% ചൈന കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെയും രണ്ടാം സ്ഥാനം ആർക്കാണ്? ഇന്തോനേഷ്യക്കാണ്, 8%. മൂന്നാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്ക്. അപ്പൊ അക്വാകൾച്ചറിന്റെ കാര്യം എടുത്താലും ക്യാപ്ചർ ഫിഷറീസിന്റെ കാര്യം എടുത്താലും ഇന്ത്യ മൂന്നാമതാണ്. പക്ഷെ നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു എന്താ? അക്വാകൾച്ചറും ക്യാപ്ചർ ഫിഷറീസും കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ ഇന്ത്യ രണ്ടാമതാണെന്നാണ് നമ്മൾ പഠിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പോ നോക്കാം. ഓക്കെ, ഇൻലാൻഡ് ഫിഷറീസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആരാണ് ലീഡ് പ്രൊഡ്യൂസർ? ഇന്ത്യയാണ് ലീഡ് പ്രൊഡ്യൂസർ. അതായത് ഇൻലാൻഡ് ക്യാപ്ചർ ഫിഷറീസിലെ ലീഡ് പ്രൊഡ്യൂസർ ആയിട്ട് നിൽക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. 1.9 മില്യൺ ടൺ ആണ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ചൈന മൂന്നാം സ്ഥാനത്താണ്. രണ്ടാം സ്ഥാനത്ത് വരുന്ന ആരാണ്? ബംഗ്ലാദേശ് ആണ്. ഓക്കെ, ദെൻ ഇന്തോനേഷ്യ ഇവിടെ വരുന്നത് 5-ാം സ്ഥാനത്താണ്. അപ്പൊ ഇങ്ങനെ ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് ടോട്ടൽ എടുക്കുമ്പോൾ ചൈന ഫസ്റ്റ്, ഇന്ത്യ സെക്കൻഡ്, ഇന്തോനേഷ്യ തേർഡ് ആയത്. കാരണം ഇന്ത്യക്ക് ഇൻലാൻഡ് ഫിഷറീസ് പ്രൊഡക്ഷൻ കൂടുതലായിട്ടുണ്ട്. ഓക്കെ, ഇനി 80 മില്യൺ ടൺ അക്വാട്ടിക് അനിമലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത 80 മില്യൺ ടൺ അക്വാട്ടിക് അനിമലിലും മെജോറിറ്റി എവിടെ നിന്നാണ് കിട്ടിയത്? മറൈൻ ക്യാപ്ചർ ഫിഷറീസിൽ നിന്നാണ് കിട്ടിയത്. അതായത് ക്യാപ്ചർ ഫിഷറീസിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാപ്ചർ ഫിഷറീസ് എവിടെ നിന്നാണ്? മറൈൻ ഏരിയയിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ദാൻ ഇൻലാൻഡ് ക്യാപ്ചർ ഫിഷറീസ്. ഓക്കെ, അതിലും നമ്മൾ ഈ ക്യാപ്ചർ ഫിഷറീസിന്റെ കേസിൽ തന്നെ കൂടുതലായിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് ഫിൻഫിഷുകളെയാണ്. അല്ലെ, ഫിൻഫിഷിൽ മെയിൻലി നമുക്ക് കിട്ടുന്ന ഫാമിലി ഏതൊക്കെയാണ്? ആങ്കോവി. ഓക്കെ, നമ്മുടെ കൊഴുവ അല്ലെങ്കിൽ നെത്തോലി എന്ന് പറയുന്ന മത്സ്യം. ഓക്കെ, അങ്ങനെയുള്ള മത്സ്യങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരെയാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. സെക്കൻഡ് ആരാണ്? അലാസ്ക പൊള്ളോക്ക്. പിന്നെ ആരാണ്? സ്കിപ്ജാക് ട്യൂണ. സ്കിപ്ജാക് ട്യൂണയ്ക്ക് 3.1 മില്യൺ ടൺ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ക്യാപ്ചർ ഫിഷറീസിൽ തന്നെ ഏറ്റവും അധികം നമുക്ക് കിട്ടുന്നത് മറൈൻ ഏരിയയിൽ നിന്നാണ്. ഈ മറൈൻ ഏരിയയിൽ നിന്ന് കിട്ടുന്നതിൽ തന്നെ ഏറ്റവും അധികം ഫിൻഫിഷിനെയാണ് നമുക്ക് കിട്ടുന്നത്. ഫിൻഫിഷില് ഏറ്റവും അധികം കിട്ടുന്നത് ഏത് ഫാമിലിയാണ്? ആങ്കോവീറ്റയാണ്. ഓക്കെ, സെക്കൻഡ് വരുന്നത് അലാസ്ക പൊള്ളോക്ക് ആണ്, ദെൻ സ്കിപ്ജാക് ട്യൂണ. ഓക്കെ, ഇതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മേജർ ആയിട്ടുള്ള എന്താണ് വാല്യൂസ് അല്ലെങ്കിൽ മറൈൻ ഫിഷറീസ് ആയാലും അക്വാകൾച്ചർ ആയാലും അതിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്? എത്ര ടൺ ഉണ്ട്? എത്ര ടൺ അക്വാട്ടിക് അനിമൽ കിട്ടുന്നുണ്ട്? എത്ര ടൺ ആൽഗെ കിട്ടുന്നുണ്ട്? ഏതൊക്കെ കൺട്രീസ് ആണ് മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ബ്ലൂ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ കാര്യമാണ്. അത് FAO തന്നെ ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഈ ബ്ലൂ ട്രാൻസ്ഫോർമേഷൻ വിഷൻ എന്ന് പറയുന്നത്. 2021 ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫുഡ് സെക്യൂരിറ്റി ബൂസ്റ്റ് ചെയ്യുക, ന്യൂട്രീഷൻ ഇംപ്രൂവ് ചെയ്യുക, പോവർട്ടി റെഡ്യൂസ് ചെയ്യുക. അതുവഴി നമ്മൾ 2030 അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അച്ചീവ് ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് അവരൊരു ബ്ലൂ ട്രാൻസ്ഫോർമേഷൻ റോഡ് മാപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 2022 മുതൽ 2031 എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് ഇവരൊരു റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, അതെന്താണെന്നാണ് അടുത്ത ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ബ്ലൂ ട്രാൻസ്ഫോർമേഷൻ റോഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് അക്വാകൾച്ചറിന്റെ കേസിലും ഫിഷറീസിന്റെ കേസിലും ഓക്കെ എങ്ങനെയൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് എന്താണ് അക്വാകൾച്ചർ ആയാലും ഫിഷറീസ് ആയാലും സസ്റ്റൈനബിൾ ആയിട്ട് ഇൻക്രീസ് ചെയ്യേണ്ടത്, ഇന്റൻസിഫൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവരുടെ മെയിൻ ആയിട്ടുള്ള എയിം
ഉദ്ദേശിക്കുന്നത് അക്വാകൾച്ചറിന്റെ കേസിലാണെങ്കിൽ ഒരു സസ്റ്റൈനബിൾ അക്വാകൾച്ചർ, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഫിഷ് പ്രൊഡക്ഷന്റെ ഇൻക്രീസ് വേണം. എങ്ങനെ വേണം? അങ്ങനെ കൂടുതൽ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് എൻവയോൺമെന്റിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ, അതായത് വിത്തൗട്ട് ഹാർമിങ് എൻവയോൺമെന്റ് എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം, സസ്റ്റൈനബിൾ ആയിട്ട് എങ്ങനെ അക്വാകൾച്ചർ ഇൻക്രീസ് ചെയ്യാം, അതാണ് ആദ്യത്തെ അക്വാകൾച്ചറിന്റെ കേസിൽ വരുന്ന ഫസ്റ്റ് കാര്യം. ദെൻ ബെറ്റർ ഫാമിംഗ് പ്രാക്ടീസസ്, അതായത് അക്വാകൾച്ചർ എന്താണ് ബെറ്റർ ആയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് നമുക്കറിയാം അക്വാകൾച്ചർ ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഡിസീസ് ഔട്ട്ബ്രേക്ക് ഉണ്ടായാൽ മൊത്തം ആ ഒരു ഏരിയയെ അത് ബാധിക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ലോസ് ഒക്കെ വരുത്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ ഡിസീസ് കൺട്രോൾ എങ്ങനെ ചെയ്യാം, എക്കോ ഫ്രണ്ട്ലി ടെക്നിക്ക് വഴി എങ്ങനെ നമുക്ക് അക്വാകൾച്ചർ ചെയ്യാം, അതുപോലെ സേഫ് ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എങ്ങനെ നമുക്ക് അക്വാകൾച്ചർ വഴി ആ, വർദ്ധിപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ അക്വാകൾച്ചർ വഴി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അക്വാകൾച്ചറിന്റെ ഒരു സസ്റ്റൈനബിൾ രീതി വഴി ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഫിഷറീസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴോ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മുന്നുള്ള വർഷങ്ങൾ വരെ ഏറ്റവും കൂടുതൽ നമ്മൾ അക്വാറ്റിക് പ്രോഡക്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഫിഷറീസ് വഴിയാണ് അല്ലെ, ക്യാപ്ചർ ഫിഷറീസ് വഴിയാണ്. പക്ഷെ ഇപ്പൊ അക്വാകൾച്ചർ സർപ്പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഫിഷറീസിന്റെ ഒരു മേജർ കൺസേൺ എന്ന് പറയുന്നത് ഓവർ ഫിഷിംഗ്, അതുപോലെ ഇല്ലീഗൽ ഫിഷിംഗ് പോലുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു ഫിഷറീസ് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? മേജർ ബ്രൂഡേഴ്സിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്യാപ്ചർ ചെയ്യാൻ പാടില്ല. മാത്രമല്ല ഓരോ പാർട്ടിക്കുലർ ഫിഷ് സ്പീഷീസിനെയും നമ്മൾ അവരുടെ പോപ്പുലേഷൻ ഒന്നും സംഭവിക്കാതെ, അതായത് നമ്മൾ അവരെ ഇങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യേണ്ടത്. മേജർ ആയിട്ടുള്ള ബ്രൂഡേഴ്സിനെ ഒഴിവാക്കണം. അതുപോലെ ഇവരുടെ സ്പോണിങ് സീസണിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ട്രോൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫർദർ ഇയേഴ്സിലും ഇതേപോലുള്ള പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുള്ളൂ അല്ലെ. ഇല്ലാതെ നമ്മൾ ഓവർ ഫിഷ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫിഷ് സ്റ്റോക്ക് തീർന്നു പോകും. അങ്ങനെയാണെങ്കിൽ ആ പർട്ടിക്കുലർ ഫിഷിന്റെ എന്താ ഒരു പോപ്പുലേഷൻ എക്സ്റ്റിങ്ഷനിലേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള എക്സ്റ്റിങ്ഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഓവർ ഫിഷിംഗ് റെഡ്യൂസ് ചെയ്യണം. അത് മാത്രമല്ല എന്ത് ചെയ്യണം, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ചില ഫിഷ് സ്പീഷീസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്പീഷീസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ ഇല്ലീഗൽ ആയിട്ടുള്ള പോച്ചിങ്, മറൈൻ മാമൽസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഹണ്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അതുപോലെ ഷാർക്കിനെയൊക്കെ ഹണ്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പം പ്രജനന കാലം കൂടിയ ചില ഫിഷസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫിഷിനെയൊക്കെ നമ്മൾ ഓവർ ഫിഷ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അതിനു മുന്നേ അവരെ നമ്മൾ ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ വൈൽഡില് അല്ലെങ്കിൽ നമ്മുടെ ഓഷ്യനില് ഇവരുടെ എണ്ണം എന്ത് ചെയ്യും, ക്രമാതീതമായി കുറയും. അത് നമ്മുടെ ഫർദർ ഫിഷിങ്ങിന് അല്ലെങ്കിൽ ഫർദർ ആയിട്ട് നമുക്ക് പിന്നുള്ള വർഷങ്ങളിൽ നമുക്ക് yield ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഫിഷറീസിനെ മാനേജ് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, എഫക്റ്റീവ് ഫിഷറീസ് മാനേജ്മെന്റ് ആണ് ഈ ബ്ലൂ ട്രാൻസ്ഫർമേഷൻ ഫിഷറീസിന്റെ കേസിൽ ഉദ്ദേശിക്കുന്നത്. ഈ വാല്യൂ ചെയിൻസിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം ആഫ്റ്റർ കൾച്ചറിങ് അല്ലെങ്കിൽ ആഫ്റ്റർ ക്യാപ്ചറിങ് ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, ബെറ്റർ ആയിട്ട് സ്റ്റോർ ചെയ്യണം അല്ലെ. കോൾഡ് സ്റ്റോറേജ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യണം. അതുപോലെ പ്രോസസ്സിങ്, അതുപോലെ മാർക്കറ്റിംഗ്, ഈ കാര്യങ്ങളൊക്കെ എന്താക്കണം, കൂടുതൽ എഫിഷ്യന്റ് ആക്കണം. അതുപോലെ പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് മാക്സിമം റെഡ്യൂസ് ചെയ്യണം അല്ലെ. നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ഈ പ്രൊഡക്ഷൻ നടത്തുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്ന ഈ അക്വാട്ടിക് ഓർഗാനിസമിന്റെ നമ്മൾ ബെറ്റർ ആയിട്ട് സ്റ്റോർ ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് ഉണ്ടാവും. അപ്പൊ അത് കുറയ്ക്കുക. ദെൻ ഈ നമുക്ക് ഫിഷറീസ് സെക്ടർ അല്ലെങ്കിൽ അക്വാകൾച്ചർ സെക്ടർ വഴി ജീവിക്കുന്ന, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. ഫിഷേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അക്വാകൾച്ചർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ ഫിഷ് ഫാമേഴ്സ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലിവ്ലിഹുഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓക്കെ, അതുപോലെ അവർക്കൊരു ഫെയർ ഇൻകം, അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി, ഈ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു
സേഫ്റ്റി വേണമല്ലോ. നമുക്കറിയാം നമ്മുടെ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുറംകടലിൽ മീൻ പിടിക്കാൻ പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ പോകുന്നതിന് അവർക്ക് വേണ്ട സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ കൊടുക്കുക. അതുപോലെ ജെൻഡർ ഇക്വാലിറ്റി ഉറപ്പുവരുത്തുക. അപ്പം നമുക്കറിയാം ഇപ്പം നമ്മളെ ഫിഷേഴ്സിൽ തന്നെ ഒരുപാട് സ്ത്രീകളും എന്ത് ചെയ്യുന്നുണ്ട്, മീൻ പിടിക്കാൻ പോകുന്ന ആ ഒരു ജോലികളിലൊക്കെ ഏർപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെ ജെൻഡർ ഇക്വാലിറ്റി ഉറപ്പുവരുത്തുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് കൊണ്ടുവന്ന് മാക്സിമം സസ്റ്റൈനബിൾ ആയിട്ട് നമ്മുടെ ഈ ഒരു സെക്ടറിനെ മാറ്റിയെടുക്കുക. ഇതാണ് ഈ ബ്ലൂ ട്രാൻസ്ഫർമേഷൻ റോഡ് മാപ്പിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഓവറോൾ എയിം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പറയാം? മോർ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുക, അതുപോലെ ബെറ്റർ ജോബ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഓഷൻ ആയാലും വാട്ടർ ബോഡീസ് ആയാലും ഹെൽത്തിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ ബ്ലൂ ട്രാൻസ്ഫോർമേഷന്റെ ഓവറോൾ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയ കാര്യങ്ങൾ എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വേൾഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചറിന്റെ ഒരു കണക്ക് അല്ലെ. ടോട്ടൽ പ്രൊഡക്ഷൻ എത്രയാണ്, അതിൽ അക്വാട്ടിക് അനിമൽ എത്ര, ആൽഗെ എത്ര, അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ദെൻ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് മറൈൻ ഏരിയയിൽ നിന്നാണ്. ദെൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇൻലാൻഡിൽ നിന്നാണ്. മറൈനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മെജോറിറ്റി ക്യാപ്ചർ ഫിഷറീസ് വഴി ആണ് കിട്ടുന്നത്. മാരികൾച്ചർ കുറവാണ് അല്ലെ. ഇൻലാൻഡിൽ നിന്ന് എങ്ങനെയാണ്? അക്വാകൾച്ചർ ആണ് കൂടുതൽ. ഇൻലാൻഡ് ക്യാപ്ചർ ഫിഷറീസ് എന്താണ്? അക്വാകൾച്ചറിനെ അപേക്ഷിച്ച് കുറവാണ്. ദെൻ ഏതൊക്കെ കൺട്രീസ് ആണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ചൈനയാണ് ഫസ്റ്റ് മേജർ പ്രൊഡ്യൂസർ, രണ്ടാമത് ഇന്ത്യയാണ്, മൂന്നാമത് ഇന്തോനേഷ്യയാണ്. ദെൻ സെപ്പറേറ്റ് എടുക്കുമ്പോൾ വാല്യൂസ്, ഈ ഒരു എന്താ കൺട്രീസിന്റെ കാര്യങ്ങൾ മാറും അല്ലെ. എങ്ങനെ? അക്വാകൾച്ചർ മാത്രം നോക്കുമ്പോൾ ചൈനയാണ് മേജർ പ്രൊഡ്യൂസർ, സെക്കൻഡ് ഇന്തോനേഷ്യ, തേർഡ് ആണ് ഇന്ത്യ വരുന്നത്. ഇനി ക്യാപ്ചർ ഫിഷറീസ് നോക്കുമ്പോഴോ, ഇത് എന്താണ്, ഇൻലാൻഡ് ക്യാപ്ചർ ഫിഷറീസ് കൂടുതൽ ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയാണ്. ഇൻലാൻഡ് ക്യാപ്ചർ ഫിഷറീസ് ലീഡ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ചൈന ഇവിടെ മൂന്നാമതാണ്, ഇന്തോനേഷ്യ ഇവിടെ അഞ്ചാമതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കുക. ദെൻ നമ്മുടെ ബ്ലൂ ട്രാൻസ്ഫോർമേഷന്റെ എയിം എന്താണെന്നും കൂടെ ഓർത്തിരിക്കുക. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ഗ്ലോബൽ സിനാരിയോയിൽ നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് നോട്ട്സ് ഒക്കെ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.